ജലസ്രോതസ്സുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ. ഒരുപാട് കൈവഴി തോടുകൾ, ആറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെ വെള്ളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ശ്രോതാക്കളോട് പറയണമെന്ന് തോന്നിയത്. നിങ്ങൾ ഹ്യൂറോങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹ്യൂറോങ് എന്ന് കഴിഞ്ഞാൽ പെർഫ്യൂം നദി എന്നാണ് ആ നാട്ടിൽ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലല്ല കേട്ടോ. ഏഷ്യയിലെ വിയറ്റ്നാമിലാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത്. ഹ്യൂറോങ് എന്നാണ് ഇത് പേര്. പെർഫ്യൂം നദി എന്നാണ് അറിയപ്പെടുന്നത്. ഈ നദി എങ്ങനെയാണ് പെർഫ്യൂം നദിയായെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കാടിന് നടുക്കൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പോൾ വളരെ പൊക്കമുള്ള മരങ്ങളിൽ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് പേരുകൾ പോലും അറിയപ്പെടാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവേഴ്സ് ഈ നദിക്കുള്ളിലേക്ക് വീഴുന്നതാണ്. അപ്പം ഈ നദി ഇങ്ങനെ 80 കിലോമീറ്ററിലധികമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നദിക്കുള്ളിലേക്ക് ഇത് വീഴുമ്പോഴത്തേക്കാണ് ആ നദിക്ക് ഹ്യൂറോങ് അഥവാ പെർഫ്യൂം നദി എന്നറിയപ്പെടുന്നത്. ആ നാട്ടിലെ ആളുകൾക്ക് മാത്രമല്ല, അവിടെ ടൂറിസ്റ്റ് സഞ്ചാരികളായിട്ട് എത്തുന്നവർക്കും ഈ മണം വല്ലാത്ത ഒരു മാസ്മരികമായ അനുഭൂതിയാണ് നൽകുന്നത്. കേട്ടപ്പോൾ നമുക്കും വല്ലാത്ത ഒരു കുളിരുണ്ടല്ലേ. മോർണിംഗ് ഡ്രൈവ് ആണ്. കൂടെയുണ്ട് RJ മത്തായി.